ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് കീ ഡെവലപ്മെൻറ്റ്സാണ് നമ്മൾ നോക്കുന്നത്. അമേരിക്ക ഇറാൻ്റെ 2 റഡാർ സ്റ്റേഷൻ അറ്റാക്ക് ചെയ്തതിനെ തുടർന്ന് ഇറാൻ കുവൈറ്റിൻ്റെ ഉള്ളിലും ബഹ്റൈൻ്റെ ഉള്ളിലും മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. സെൻകോം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇറാൻ്റെ മിസൈലുകളെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്തു, ഞങ്ങൾക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ഇനി സാറ്റലൈറ്റ് മാപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം പലതവണ ഇതേപോലെ സെൻകോം റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവർ അടി വാങ്ങിച്ചു കൂട്ടിയ ഇമേജ് നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നോക്കുന്നതാണ് ഉചിതം. ട്രംപ് വീണ്ടും ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇറാൻ ഒരു വഴിയിലല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ഡീലിലേക്ക് എത്തിച്ചേരണം, അല്ലാന്നുണ്ടെങ്കിൽ ഹാർഡർ വേ, കഠിനമായ രീതിയിൽ, മീൻസ് യുദ്ധം, ആക്രമണം, ആ രീതിയിൽ നിങ്ങളെ കീഴ്പ്പെടുത്തേണ്ടി വരുമെന്നാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പറയാനുള്ളത് ട്രംപ് ചിരിപ്പിക്കല്ലേ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ചില സാഹചര്യങ്ങളിൽ ട്രംപിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഉക്രൈൻ ആണെന്നുണ്ടെങ്കിൽ ഒരു അർജൻറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് യു എന്നിലൊക്കെ പോയിട്ട് ഇപ്പോൾ അർജൻറ്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് എന്ത് കാര്യമാണുള്ളത്? നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് റഷ്യ 700 ഡ്രോണുകളാണ് അറ്റാക്ക് നടത്തിയത് ഒറ്റ സിംഗിൾ നൈറ്റിൽ. സോ ഇതൊട്ടും ശരിയായ നടപടിയല്ല. ഇപ്പം നാറ്റോ രാജ്യങ്ങളെയൊക്കെ ഒരുമിപ്പിച്ച് റഷ്യക്കെതിരെ നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ സെലൻസ്കി ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സെലൻസ്കിക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പുടിൻ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരിട്ട് സെലൻസ്കിയുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അവസരം കളഞ്ഞു കുളിച്ച് സെലൻസ്കി. GCCയുടെ ചീഫ് പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ തീവ്രവാദം റീജിയണൽ ത്രെട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മേഖലയ്ക്ക്, GCC മേഖലയ്ക്ക് തന്നെ ഒരു ഭീഷണിയാണ് ഇറാൻ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കുവൈറ്റിൻ്റെ ആർമി പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ അറ്റാക്ക് മെറ്റീരിയൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കുവൈറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ മിസൈൽ അവിടെ പതിച്ചിട്ടുണ്ട്. സെൻകോമിന് ഉടനെ ആ കൺഫർമേഷൻ തരാൻ സാധ്യമല്ല. സെൻകോമിന് പല സ്ഥലങ്ങളിലുള്ള അപ്രൂവലൊക്കെ കിട്ടണം, അത് കഴിഞ്ഞിട്ടേ അവർക്ക് പറയാൻ പറ്റൂ. കുവൈറ്റ് വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. ഖത്തറും UAEയും ഇറാൻ്റെ ഈ കുവൈറ്റിൻ്റെ മേലിലുള്ള ആക്രമണത്തിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് കണ്ടംപ്റ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? ഇന്ത്യ നമ്മളുടെ P-76 കാറ്റഗറിയിൽപ്പെട്ട സബ്മറൈൻ, ഇൻഡിജീനിയസ് ആയിട്ട് നിർമ്മിക്കുന്ന സബ്മറൈൻ്റെ ബ്ലൂ പ്രിൻ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട 3D ബ്ലൂ പ്രിൻ്റ് വീഡിയോ ഫൂട്ടേജ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ മിസൈൽ പ്രൊഡക്ഷൻ, ടാക്ടിക്കൽ മിസൈൽ പ്രൊഡക്ഷൻ പ്രൈവറ്റ് ഏജൻസികൾക്ക് ഏൽപ്പിക്കുകയാണ്. അതിലൂടെ മോണോപോളി ഒഴിവാക്കാൻ പറ്റും ഈ മേഖലയിൽ എന്നാണ് ഇന്ത്യ പറയുന്നത്. ഇന്ത്യക്ക് ഒരു 80 mm റോക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. എയർ ടു സർഫസ് ആണ് ആവശ്യമുള്ളത്. പ്രത്യേകിച്ച് നമ്മളുടെ MiG-26 ഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോൾ ഇന്ത്യ അന്വേഷിക്കുന്നത്. ഇന്ത്യക്ക് തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് സാധനം ആവശ്യമുണ്ട്. അപ്പോൾ അത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട്. Su-57 ഫൈറ്റർ ജെറ്റ് മാനുഫാക്ചറിങ് ഇന്ത്യയിൽ നടത്താൻ വേണ്ടിയിട്ട് നോ ലിമിറ്റേഷൻസ്, നോ കണ്ടീഷൻസ്, ഫുൾ സപ്പോർട്ട് റഷ്യ ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്, വിതൗട്ട് എനി കണ്ടീഷൻസ്. ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യ ഇത് എടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും F-35 നമ്മൾ വാങ്ങിച്ചാൽ പോലും അതിൻ്റെ ഫുൾ കൺട്രോൾ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. എന്തുകൊണ്ട് പിന്നെ നമുക്ക് റഷ്യയുടെ Su-57 ചൂസ് ചെയ്തുകൂടാ? ഇത് വലിയൊരു ചോദ്യമാണ്. പക്ഷെ ഇതിന് തടസ്സം നിൽക്കുന്നത് ആരാണെന്നുള്ളത് നമുക്ക് ഇതുവരെ ഒരു പിടുത്തമില്ല. ഗവൺമെൻറ് ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളിപ്പോൾ Su-57 തുടങ്ങുന്നെങ്കിലും ഈ ടെക്നോളജി ഇന്ത്യക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വലിയ രീതിയിൽ നമുക്ക് ഈ ഫൈറ്റർ ജെറ്റ് മേഖലയിൽ മാനുഫാക്ചറിങ്ങിൽ ഒരു ഗ്ലോബൽ കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരമാണ്. ഇന്ത്യ ഇത് കളഞ്ഞു കുളിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ ബന്ധപ്പെട്ട അധികൃതർ ഇതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ രൗദ്രം 2 എന്ന് പറഞ്ഞ മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഈ കാറ്റഗറിയിൽ റഷ്യയും അമേരിക്കയും അവരുടെ കയ്യിലുള്ള ഈ കാറ്റഗറിയിൽപ്പെട്ട മിസൈലുകളെക്കാളും റേഞ്ച് കൊണ്ടും സ്പീഡ് കൊണ്ടും നമ്മൾ അതിനെ സർപ്പാസ് ചെയ്തുകൊണ്ടുള്ള പരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഇൻഡിജീനിയസ് ഡിഫൻസ് കേപ്പബിലിറ്റിയാണ് പ്രൂവ് ചെയ്യുന്നത്. റഷ്യയ്ക്ക് KH-31P എന്ന് പറഞ്ഞൊരു മിസൈലുണ്ട്. അമേരിക്കയ്ക്ക് AGM-88, HARM, AARGM ഇങ്ങനത്തെ കാറ്റഗറിയിൽപ്പെട്ട മിസൈലുകളുണ്ട്. ഇതെല്ലാം തന്നെ
350 കിലോമീറ്റർ റേഞ്ചാണ്. റഷ്യയുടേത് 110 മുതൽ 120 കിലോമീറ്റർ റേഞ്ചും അമേരിക്കയുടേത് 250 കിലോമീറ്റർ റേഞ്ചുമാണ്. സ്പീഡ് ഓൾമോസ്റ്റ് 5.5 മാക്ക് തന്നെയാണ് രണ്ട് രാജ്യങ്ങളുടെ ഈ കാറ്റഗറിയിൽപ്പെട്ട മിസൈൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇന്ത്യ 350 കിലോമീറ്റർ സ്പീഡാണ്. അതേപോലെ 200 കിലോഗ്രാം വാർ ഹെഡ് ക്യാരി ചെയ്തുകൊണ്ട് പോകാനുള്ള കപ്പാസിറ്റി ഈ മിസൈലിനുണ്ട്. അപ്പോൾ ഈ മിസൈൽ ശരിക്കും മാർക്കറ്റിൽ ഇറങ്ങുന്നതോടുകൂടി ഇത് റഷ്യയുടെയും അമേരിക്കയുടെയും ഈ എയർ ടു സർഫസ് മിസൈൽ ഈ കാറ്റഗറിയിൽ വരുന്ന മിസൈലുകളുടെ ഒരു റീപ്ലേസ്മെൻ്റ് ആണ് രൗദ്രം 2 എന്ന് പറയുന്നത്. ഒരു കോമ്പറ്റീറ്റർ ആവുകയാണ് ഇന്ത്യ ആ മേഖലയിൽ. ഇന്ത്യ ബ്രിക്സ് കൂട്ടായ്മ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ചൈന ഇന്ത്യക്ക് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. ബ്രിക്സ് സംഘടന ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഫിലിപ്പൈൻസ് ജോയിൻറ്റ് എക്കണോമിക് കോപ്പറേഷൻ, നമ്മൾ ഡിഫൻസ് കോപ്പറേഷനെ മറികടന്നുകൊണ്ട് ഇപ്പം എക്കണോമിക് കോപ്പറേഷനിലേക്ക് മാറുകയാണ്. ഡിഫൻസ് കോപ്പറേഷനെ തുടർന്ന് എക്കണോമിക് കോപ്പറേഷനിലേക്ക് രണ്ട് രാജ്യങ്ങളും മുന്നോട്ട് നീങ്ങുകയാണ്. 14th ജോയിൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിങ്ങിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇന്തോനേഷ്യയുടെ ഫോറിൻ ഡെലിഗേഷൻ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. ഒരു ജോയിൻറ്റ് കോപ്പറേഷൻ ടോക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യ റഷ്യയുടെ Su-57 പ്രോജക്റ്റ് ഏറ്റെടുക്കുമോ എന്നുള്ളൊരു പേടി ഫൈറ്റർ ജെറ്റ് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ലോ കോസ്റ്റ് ഫൈറ്റർ ജെറ്റാണ് Su-57 എന്ന് പറയുന്നത്. എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഒട്ടും പുറകിലൊന്നുമല്ല, അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റ് തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ 5th ജെൻ ഫൈറ്റർ ജെറ്റിൻ്റെ പ്രൊജക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം $70 million to $150 million വരെയാണ് എൻ്റെ ആവറേജ് ബഡ്ജറ്റ് ഒരു യൂണിറ്റിൻ്റെ പ്രൈസ്. റഷ്യയുടെ Su-57 ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് $35 million മുതൽ $50 million വരെയാണ് അതിൻ്റെ ഒരു കോസ്റ്റ്. ചൈനയുടെ J-20 ഓർ J-35 ആ കാറ്റഗറിയിൽ പെടുന്ന ഫൈറ്റർ ജെറ്റ് ആണെന്നുണ്ടെങ്കിൽ $35 million മുതൽ $110 million വരെയാണ്. അവർ ചൈന ആകുമ്പോഴത്തേക്കും അവർക്ക് 35 കൊടുക്കാം, വേണ്ടി വന്നാൽ അവർ 30 കൊടുക്കും. അത്തരത്തിലാണ് ചൈന. അപ്പോൾ ഇതിൽ ചീപ്പസ്റ്റ് ഫൈറ്റർ ജെറ്റ് വാങ്ങിച്ച് നമ്മൾ പെർഫോമൻസ് റഫേലിനെ കൂടി മറികടക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഇന്ത്യ ചിന്തിക്കേണ്ടത് എന്നുള്ള തരത്തിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഡിസിഷൻ എടുത്തിട്ടില്ല. പക്ഷേ ഇത്രയും ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് ഒരു ഓപ്ഷൻ ഇന്ത്യയുടെ മുന്നിലുള്ളപ്പോൾ ഇന്ത്യ മാറി ചിന്തിക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതേ ചോദ്യം ഞാൻ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. എനിവേ ഇതിപ്പോൾ തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രി, DRDO, ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സ് ഒക്കെയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രസിഡന്റ് പുടിൻ ശക്തമായ രീതിയിൽ ഇന്ത്യക്ക് സോളിഡാരിറ്റിയുമായിട്ട് അമേരിക്കയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾക്കെതിരെ ശക്തമായ നിലപാട്, അത് അമേരിക്കയുടെ പ്രഷറിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് പുടിൻ്റെ സൈഡിൽ നിന്നും പുറത്തു വരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയെ റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നതിൽ നിന്നും അമേരിക്ക വിലക്കുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് പുടിൻ ഇത്ര രൂക്ഷമായ രീതിയിൽ അമേരിക്കയെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യക്ക് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഇത് റഷ്യയ്ക്കും കൂടി ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ്. ആ മാർക്കറ്റ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക കാണിക്കുന്ന ഈ പ്രവൃത്തി ശരിയല്ല എന്നാണ് പുടിൻ്റെ നിലപാട്. ഇന്ത്യ ഒരു ബ്രദർലി നേഷനാണ്, അതുപോലെ തന്നെ ട്രസ്റ്റഡ് പാർട്ട്ണറാണ്, തക്ക രീതിയിലുള്ള ഒരു പാർട്ട്ണറാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള പെർഫെക്റ്റ്ലി ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഫൈറ്റർ ജെറ്റാണ് Su-57 എന്നാണ് നിഗമനം. അപ്പോൾ പുടിൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അത് ബൂമറാങ് ആണ്, അമേരിക്കയ്ക്ക് തിരിച്ചടിയാവും എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ഒരുപാട് എല്ലാ രാജ്യങ്ങൾക്കും സാങ്ഷൻസ് ഏർപ്പാടാക്കിയിട്ട് നമ്മൾ പിന്നെ എവിടെ പോയി ജീവിക്കണം? അതാണ് അമേരിക്ക ചിന്തിക്കേണ്ടത്. എല്ലാവർക്കും സാങ്ഷൻസ്. അപ്പോൾ എന്താണ് പിന്നെ അമേരിക്ക മാത്രം ജീവിച്ചാൽ മതിയോ? മറ്റുള്ളവർക്ക് ജീവിക്കണ്ടേ? എല്ലാവർക്കും എതിരെ സാങ്ഷൻസ് ഏർപ്പാടാക്കുമ്പോൾ ഈ സാങ്ഷനിൽ പെടുന്ന രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് അവരൊരു കൂട്ടായ്മയാവും. ട്രംപിന് ഇത് മനസ്സിലാവുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയെ പോലത്തെ ഇത്രയും മാസീവായിട്ടുള്ള ഒരു മാർക്കറ്റ് ഷെയർ ചെയ്യുന്ന രാജ്യത്തിന് സാങ്ഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. ചൈനയ്ക്കെതിരെ താരിഫ് പരാജയപ്പെടുന്നത് കൊണ്ടാണ്. ഇന്ത്യക്കെതിരെ ഇതേപോലെ 500% എന്നൊക്കെ പറഞ്ഞ് താരിഫ് കൊണ്ടുവന്നാലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. അമേരിക്കയുടേതായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ത്യക്കുള്ളിലുണ്ട്. അത് ഇന്ത്യ നിർത്തിവെച്ച് കഴിഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യും? ഇന്ത്യ അഗ്രസീവായിട്ട് ബോർഡർ സെക്യൂരിറ്റി ആക്ടിവേറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ സൈഡിലും ബംഗ്ലാദേശിൻ്റെ സൈഡിലും വളരെ അഗ്രസീവായിട്ട് നിരീക്ഷണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്.
വിത്ത് ക്യാമറ, ഡ്രോൺ സിസ്റ്റം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ത്രൂ ആണ് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സ്ട്രെങ്തനിങ് ഫ്രണ്ടിയർ സെക്യൂരിറ്റി എന്നാണ് പറയുന്നത്. ഇന്ത്യ വീണ്ടും ആവർത്തിച്ച് UN പറയുകയാണ്, JNKയിൽ POJK, പാക് ഒക്കുപ്പൈഡ് ജമ്മു ആൻഡ് കശ്മീർ ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്ടാണെന്ന് വീണ്ടും ആവർത്തിച്ച് ഇന്ത്യ UN പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക UAEയുടെ ചില കമ്പനികൾക്കും ചൈനയുടെ ചില കമ്പനികൾക്കും സാങ്ഷൻസ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇറാനിയൻ എണ്ണ ബ്ലാക്ക് മാർക്കറ്റിലൂടെ സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്ന് വിറ്റു എന്നാണ് ആരോപണം. അതിനെ തുടർന്നാണ് UAE രജിസ്റ്റേർഡ് ആയിട്ടുള്ള ചില കമ്പനികൾക്കെതിരെയും ചൈന രജിസ്റ്റേർഡ് ആയിട്ടുള്ള ചില കമ്പനികൾക്കെതിരെയും അമേരിക്ക നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എനിവേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.